അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ തർക്കം തുടരുകയാണ്. അൻസിബയുടെ പരാതി ജനറൽ ബോഡി യോഗം ചേർന്ന് ചർച്ച ചെയ്യാനാണ് അമ്മയിലെ നീക്കം. സ്പോൺസർഷിപ്പിലും സാമ്പത്തിക കാര്യങ്ങളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം അംഗങ്ങൾക്കിടയിൽ ഉയർന്നിരുന്നു. ഇതടക്കം ചർച്ച ചെയ്യും. ലാൽകൃഷ്ണൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ലാൽ, ശരിക്കും ആ സംഘടനയ്ക്കുള്ളിൽ തന്നെ പറഞ്ഞു തീർക്കേണ്ട പല കാര്യങ്ങളും പിന്നീട് മാധ്യമ ശ്രദ്ധയിൽ വരുന്നു. അൻസിബയുടെ പരാതി ജനറൽ ബോഡി ചേർന്ന് ഇന്നിപ്പോൾ ചർച്ച ചെയ്യാനാണ് നീക്കം നടത്തുന്നത്. ഒപ്പം സ്പോൺസർഷിപ്പിലും ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ അംഗങ്ങൾക്ക് പരാതിയുണ്ട്. അപ്പോൾ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചർച്ചയാകുമോ? പ്രീത, ഈ പുതിയ സംഘടനാ നേതൃത്വം നിലവിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സമീപകാലത്ത് ഉയർന്നു വരുന്നുണ്ടായിരുന്നു. പരിചയസമ്പന്നത അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് പല വിഷയങ്ങളും ഉയർന്നു വന്നത്. അത് മാത്രമല്ല, ഈ സംഘടനാ നേതൃത്വത്തിലുള്ളവരുടെ ഇടയിൽ തന്നെ പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഒരു കുടക്കീഴിലെത്തിച്ച് അതിന് മാറ്റം വരുത്താം എന്ന തീരുമാനത്തിലേക്കാണ് പോകുന്നത്. അടുത്ത മാസം 21-ാം തീയതിയാണ് താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി ചേരേണ്ടത്. അതിന് മുന്നോടിയായി തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള വഴികൾ കാണാം എന്നുള്ളതാണ് നിലവിലെ തീരുമാനം. അൻസിബ ഉന്നയിച്ച ആരോപണം അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ചർച്ച ചെയ്ത് നമുക്ക് പരിഹാരം കാണാമെന്ന തീരുമാനത്തിലേക്കാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ഉടനെ കടക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല, കുക്കു പരമേശ്വരൻ, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. തൊഴിൽപരമായ പീഡനങ്ങൾ നടന്നുവെന്ന പോലീസ് പരാതി അടക്കമുള്ള കാര്യങ്ങൾ പോലും ഈ വിഷയത്തിലുണ്ടായ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി ഈ വിഷയം പരിഹരിക്കപ്പെടണം എന്ന തീരുമാനം എത്തുന്നത്. അത് ജനറൽ ബോഡിക്ക് മുമ്പ് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത്. അതുവരെ ആരും പരസ്യ പ്രതികരണം നടത്തരുത് എന്നുള്ളതാണ് താരസംഘടനയിലെ നിലവിലെ തീരുമാനം. അതനുസരിച്ചുകൊണ്ടാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ എന്ന രീതിയിൽ സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെ ചർച്ച നടത്താമെന്ന് തീരുമാനിക്കുന്നത്. ഇതോടൊപ്പം ഒരു ക്ഷേത്രം 75 ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദവും ഉയർന്നിരുന്നു. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കണം എന്ന ആവശ്യം കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല, കൂടുതൽ പരാതികൾ അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്താം എന്ന തീരുമാനത്തിലേക്ക് സംഘടന എത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.